എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 144-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. വിശ്വേഭിഃ സൗമ്യം മധ്വഗ്ന ഇന്ദ്രേണ വായൂനാം പിബാമിത്രസ്യ ധാമഭി. ഇതാണ് മന്ത്രം. അന്വയം: ഹേ അഗ്നേ ത്വം വിശ്വേഭി ഇന്ദ്രേണ വായൂന മിത്രസ്യ ധാമഭി സൗമ്യം മധു പിബ. ഇതാണ് അന്വയം. വിശ്വേഭി സർവദേവന്മാരും, ഇന്ദ്രേണ വായൂന മിത്രസ്യ ധാമഭി ഇന്ദ്രനോടും വായുവിനോടും ചേർന്ന് മിത്രനോടും കൂടി ചേർന്ന് പ്രകാശിക്കുന്ന എല്ലാ ദേവന്മാരെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇന്ദ്രനോടും വായുവിനോടും മിത്രനോടും ചേർന്ന് പ്രകാശിക്കുന്നതായിട്ടുള്ള അല്ലയോ ദേവന്മാരെ, സൗമ്യം മധു പിബ, സോമരസത്തിലെ മധുരമായ ഭാഗം പാനം ചെയ്താലും. സോമരസം തന്നെ മധുരമായിട്ടുള്ളതാണ്. അതിൽ പാല്, നെയ്യ് മുതലായിട്ടുള്ള പദാർത്ഥങ്ങൾ ചേർത്തതിനെ സംസ്കരിച്ച് മധുരപൂർണമാക്കി മാറ്റിയിട്ടാണ് യാഗവേദിയിൽ സുപ്രധാനമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത്. ആ സോമരസം പാനം ചെയ്യാനായിട്ട് അല്ലയോ ദേവന്മാരെ, നിങ്ങളെല്ലാവരും യാഗവേദിയിലേക്ക് വന്നാലും. മാത്രമല്ല, ആ മധുരമായ സോമരസം നിങ്ങൾ പാനം ചെയ്താലും. അർത്ഥം: അല്ലയോ അഗ്നിദേവ, അങ്ങ് സർവദേവന്മാരെയും ഇന്ദ്രനെയും വായുവിനെയും കൂടെ കൂട്ടിയിട്ട് വരിക. അഗ്നിദേവനോട് പറയുകയാണ്. അപ്പോൾ അഗ്നിദേവൻ ദേവന്മാരിൽ ഒന്നാമനാണ് അഗ്നിദേവൻ. അഗ്നിയുടെ നാവിൽ ഹവിസ് ഭക്ഷിക്കാനായിട്ട് എല്ലാ ദേവന്മാരും ഹാജരുണ്ടായിരിക്കും. കാരണം അഗ്നിയിലേക്കാണ് ഹവിസ് സമർപ്പിക്കുന്നത്. അപ്പൊ അല്ലയോ അഗ്നിദേവ, സർവദേവന്മാരെയും ഇന്ദ്രനെയും വായുവിനെയും എല്ലാം കൂടെ കൂട്ടി വരിക. യാഗവേദിയിലേക്കാണ് വരേണ്ടത്. പകലിന്റെ ദേവനായ മിത്രന്റെ തേജോപൂർണമായിട്ടുള്ള ആകാര സവിശേഷതകളോടെ സോമരസത്തിന്റെ മാധുര്യമേറിയ ഭാഗം പാനം ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്താലും. പകലിന്റെ ദേവനാണ് മിത്രൻ. രാത്രിയുടെയും വർഷപാതത്തിന്റെയും ദേവനാണ് വരുണൻ. മിത്രം ഹുവേ പൂതദക്ഷം, പരിശുദ്ധമായ മനോബലം നൽകി അനുഗ്രഹിക്കുന്ന ദേവനാണ് മിത്രൻ. പകലിന്റെ ദേവനാണ്. സന്ധ്യയുടെയും രാത്രിയുടെയും അതുപോലെ തന്നെ ജലത്തിന്റെയും ദേവനാണ് വരുണൻ. വരുണം ചരിഷാദസം, വരുണൻ ശത്രുക്കളെ ഇല്ലാതാക്കുന്നവനാണ്. അങ്ങനെയുള്ള അല്ലയോ ദേവന്മാരെ, തേജോമയനായിട്ടുള്ള മിത്രന്റെ സാമീപ്യത്തിൽ പകൽ എന്നർത്ഥം. നിങ്ങൾ സോമം പാനം ചെയ്യാനായിട്ട് ആഗതരാവുക. ഇതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.